സ്കൂൾ കലോത്സവത്തിൽ ആദ്യ ദിനം വേദിയെ കണ്ണീരണിയിച്ചത് വെള്ളാർമല GHS സ്കൂളിലെ കുട്ടികളായിരുന്നു. അതിജീവനത്തിൻ്റെ കഥ ആധാരമാക്കി നൃത്തശില്പത്തോടെയാണ് ചരിത്രത്തിലാദ്യമായി കലോത്സവ വേദിയിൽ ഉദ്ഘാടനം കുറിച്ചത്. കലോത്സവ വേദിയിൽ ആദ്യമായി നൽകിയ അവസരത്തിലൂടെ വയനാടിനെ ഒന്നുകൂടി ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് സ്കൂളിലെ പ്രധാനാധ്യാപകൻ കൂടിയായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വെറും നൃത്താവിഷ്കാരമല്ല, കുട്ടികളുടെ അതിജീവനമാണിത്. ഉരുളെടുത്ത ജീവിതത്തിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പ്. പറഞ്ഞുകേട്ട അനുഭവം നേരിട്ട് കലോത്സവ വേദിയിൽ നൃത്താവിഷ്കാരത്തിലൂടെ കണ്ടപ്പോൾ MTയുടെ നിള പോലെ ഒഴുകി നിള വേദിയും. നിറഞ്ഞ കയ്യടിയോടെയുള്ള ഈ വേദിയല്ലാതെ ഈ അവസരത്തിൽ മറ്റെന്താണ് വയനാടിനായി കേരളത്തിന് ഒരുപോലെ നൽകാനാവുക? ഉരുളെടുത്ത മണ്ണിൽ അവശേഷിച്ച ജീവിതങ്ങളെ സംസ്ഥാന സർക്കാർ ഒന്നുകൂടി കൈപിടിച്ചുയർത്തുകയാണ് കലോത്സവ വേദിയിൽ നൽകിയ ഈ അവസരത്തിലൂടെയെന്ന് സ്കൂൾ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അവിടെ തളർന്നു വീണവരാണ് അധ്യാപകർ. ആ തളർന്നു വീണ അധ്യാപകർക്ക് താങ്ങും തണലുമായി നിന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. ഇവരെല്ലാവരും ഞങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കുകയായിരുന്നു. ആ ഒരു ചേർത്ത് പിടിക്കൽ തന്നെയായിരുന്നു ഈ വേദി ഞങ്ങൾക്കായി തന്നത്. ഇതിലും വലിയ അതിജീവനം വേറെയില്ല. ഇതിലും വലിയ ആശ്വാസവും ഇതിലും വലിയ തണലും ഞങ്ങൾക്ക് വേറെ കിട്ടാനില്ല. പരിശീലന സമയത്ത് സങ്കടമുണ്ടായിരുന്നെങ്കിലും കലോത്സവ വേദിയിലെത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനത്തെ വേദിയിൽ കയറിയതിന് നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ സ്റ്റേജിൽ കയറാൻ പറ്റിയത് ഞങ്ങൾ വലിയൊരു ഇതായിട്ടാണ്. പിന്നെ മന്ത്രി സാറിനെ കണ്ടു, ഹാപ്പിയാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ അവരനുഭവിച്ചത് ഒരു സംഭവമാണത്. നമുക്ക് വേറൊന്നും പറഞ്ഞു കൊടുക്കേണ്ട. ഓരോ വരികൾ വരുമ്പോഴും അവർക്ക് വ്യക്തമായിട്ട് അവരനുഭവിച്ച ഓരോ സംഭവങ്ങൾ, ഇടിമുഴങ്ങുന്നു, അതുപോലെ പാറകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു, മരങ്ങൾ പൊട്ടി വീഴുന്നു, ഇത്തരം ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു, ജീർണിച്ച കയ്യും കാലുകളും ഇവർ കാണുന്നു. ഇവരെ കൂടെയുള്ള 33ഓളം ആൾക്കാരെ ഇവർക്ക് കാണാനില്ല. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും ഒരുമിച്ച് വിട്ടുപിരിഞ്ഞു പോകുന്നു. ഇതൊക്കെ ഇവരുടെ അനുഭവത്തിൽ നിന്നുള്ള ഈ വരികൾ മൊത്തം ശരിക്കും തുടക്കം മുതൽ അവസാനം വരെ ഉള്ളൊരു സംഭവമാണ് ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഏതു ദുരന്തത്തിലും തളരാതെ വീണ്ടും മുന്നോട്ടു പോകുമെന്ന ഉറച്ച തീരുമാനത്തോടെയായിരുന്നു കുട്ടികൾ വേദി വിട്ടിറങ്ങിയത്. മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.